ഞാൻ ഒരു കർഷക കുടുംബത്തിലെ അംഗമാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെടികളും വിത്തുകളും ഒക്കെ നട്ടു നനയ്ക്കാൻ എനിക്ക് ഇഷ്ടവുമാണ്. ഞാൻ നട്ടു നനച്ച് വളർത്തിയെടുത്ത ചില ഔഷധ സസ്യങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുന്നു. ദന്തപാല. ഇന്ത്യയിലുടനീളം 1200 മീറ്റർ ഉയരം വരെയുള്ള ഇലപൊഴിയുന്ന ശുഷ്കവനങ്ങളിലും ആർദ്ര വനങ്ങളിലുമുള്ള ചെറിയ മരമാണ് ദന്തപാല അഥവാ വെട്ടുപാല. അപ്പോസൈനേസി സസ്യകുലത്തിൽപ്പെടുന്നു. സോറിയാസിസ് എന്ന രോഗത്തിന് ഫലപ്രദമായ മരുന്നായി ദന്തപാലയെ ആയുർവേദവും നാട്ടുവൈദ്യവും ഉപയോഗിച്ചു വരുന്നു. സംസ്കൃതത്തിൽ ശ്വേതകുടജ, സ്ത്രീകുടജ എന്നും ഇംഗ്ലീഷിൽ ഐവറി വുഡ്, സ്റ്റീറ്റ് ഇന്ദ്രജോ എന്നും ഹിന്ദിയിൽ ദുതി, ഇന്ദാർജോ എന്നും പേരുകളുണ്ട്. ഇല, പട്ട, വിത്ത് എന്നിവ ഔഷധയോഗ്യം. തലയിലെ താരൻ, ചൊറിച്ചിൽ, കരപ്പൻ, മുടികൊഴിച്ചിൽ എന്നിവയ്ക്കും ഉപ്പൂറ്റി വിണ്ടു കയറുന്നതിനും ദന്തപാല എണ്ണ നല്ലതാണ്. പതിമുഖം, സപ്പൻവുഡ് അല്ലെങ്കിൽ കുചന്ദനം. ചന്ദനത്തിൻ്റെ ഗുണങ്ങളുള്ള ഒരു ഔഷധ സസ്യമാണ് കുചന്ദനം. ഇത് പതിമുഖം, പതിമുഖം, ചപ്പങ്ങം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. സംസ്കൃതത്തിൽ കുചന്ദന, ലോഹിത, രഞ്ജന എന്നീ പേരുകളിലും ഇംഗ്ലീഷിൽ ജപ്പാൻ വുഡ്, ബ്രസീൽ വുഡ്, സപ്പൻ വുഡ് എന്നും അറിയപ്പെടുന്നു. 9 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന മുള്ളുകളുള്ള സസ്യമാണിത്. മരത്തിൻ്റെ കാതലാണ് ഔഷധയോഗ്യം. വ്രണം, ത്വക്ക് രോഗം, പ്രമേഹം, പിത്തജന്യ രോഗങ്ങൾ എന്നിവയുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു. പതിമുഖമിട്ട് തിളപ്പിച്ച വെള്ളം രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുകയും പ്രമേഹ നിയന്ത്രണത്തിന് നല്ലതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. മൂത്ര സംബന്ധമായ രോഗങ്ങൾ, ഹൃദയാരോഗ്യം, രോഗപ്രതിരോധ ശേഷി എന്നിവയ്ക്കും, ക്യാൻസർ, കിഡ്നി ഹെൽത്ത്, കൊളസ്ട്രോൾ, നല്ല ഉറക്കം, ദഹനക്കേട്, അസിഡിറ്റി, മലബന്ധം, ചർമ്മരോഗങ്ങൾ തുടങ്ങി ഒട്ടനവധി രോഗങ്ങളും ശമിപ്പിക്കുന്നതിനും അത്യുത്തമമാണെന്നും അറിയാം. മക്കോട്ടദേവ അഥവാ ദൈവത്തിൻ്റെ കിരീടം എന്നറിയപ്പെടുന്ന പഴം ഇന്തോനേഷ്യ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ ധാരാളമായി കാണപ്പെടുന്ന നിരവധി ഔഷധ ഗുണങ്ങളുള്ള പഴങ്ങളാണ് മക്കോട്ട. മക്കോട്ടദേവ ആൻറ്റി ഓക്സിഡൻറ്റുകൾ നിറഞ്ഞ ഒരു രോഗശാന്തി പഴമായി ലോകമെമ്പാടും അറിയപ്പെടുന്നു. ഈ പഴത്തിൽ ആൻറ്റിഹിസ്റ്റാമിൻസ്, പോളിഫിനോൾ, സാപ്പോണിനുകൾ, ആൽക്കലോയിഡുകൾ തുടങ്ങിയ രോഗശാന്തി ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഇത് പച്ചയ്ക്ക് കഴിക്കാൻ പാടില്ല. മക്കോട്ടദേവ മാനവരാശിയുടെ രക്ഷയ്ക്കായി സ്വർഗത്തിൽ നിന്നും കൊണ്ടുവന്ന പഴം എന്നാണ് വാക്കിൻ്റെ അർത്ഥം. അർബുദനാശിനി അഥവാ സീതാമുടി, ബാലജട എന്നൊക്കെ അറിയപ്പെടുന്ന ചെടി. മലയാളത്തിൽ കുരങ്ങൻ വെറ്റില, വാൽമീകി ജട, കാട്ടുമുതിരച്ചെടി എന്നൊക്കെ അറിയപ്പെടുന്നു. ഇംഗ്ലീഷിൽ ഡ്രാഗൺ ടങ്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഏർലി ക്യാൻസർ, മുഴകൾ, വിവിധതരം മുഴകൾ, ആന്തരിക മുഴകളും ബാഹ്യമായിട്ടുള്ള മുഴകൾക്കും വളരെ ഉപയോഗപ്രദമാണെന്നറിയുന്നു. പല്ലുവേദന, പനി, മൂത്രാശയ രോഗങ്ങൾ, സന്ധിവാതം തുടങ്ങിയവയ്ക്ക് നാട്ടുവൈദ്യത്തിൽ ഉപയോഗിക്കുന്നതായി അറിയപ്പെടുന്നു. ഇതിൻ്റെ ജന്മദേശം ചൈനയാണ്. 1.5 മീറ്റർ മുതൽ 2.5 മീറ്റർ വരെ വളരും. ഓരിലയോട് സാമ്യമുള്ള ഇലകളാണ് ഇതിനുള്ളത്. പൂക്കളുടെ ഇരുവശത്തും സഹപത്രങ്ങൾ പൂങ്കുലയെ മറച്ചിരിക്കുന്നു. സൂര്യോദയം മുതൽ 2 മണിക്കൂർ വരെ ഈ സഹപത്രങ്ങൾ വിടർന്നിരിക്കും. പൂവും കായും ദൃശ്യമാവും. ചൂട് കൂടുമ്പോൾ അടഞ്ഞു പോവുകയും ചെയ്യും. കൗതുകവും ഭംഗിയും കൊണ്ട് ഇതിനെ അലങ്കാര സസ്യമായി വീട്ടുമുറ്റത്ത് വളർത്തുന്നു. വേര് മുതൽ ഔഷധയോഗ്യം.
പൂവിൻ്റെ ദളങ്ങളാണ് പ്രധാനപ്പെട്ട ഔഷധഭാഗം. രക്തചന്ദനം, കരിവേങ്ങ, ചെഞ്ചന്ദനം എന്നൊക്കെ അറിയപ്പെടുന്ന ചെടി ത്വക്ക് രോഗങ്ങൾ മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു ആയുർവേദ മരുന്നാണ് രക്തചന്ദനം. സൗന്ദര്യവർദ്ധകമായും ഉപയോഗിക്കുന്നു. ഇതിൻ്റെ കാതലാണ് മരുന്നിനായി ഉപയോഗിക്കുന്നത്. ചർമ്മത്തിന് യാതൊരു ദോഷവും വരുത്താതെ ചർമ്മത്തിൻ്റെ തിളക്കവും നിറവും മെച്ചപ്പെടുത്തി മുഖത്തെ കറുത്ത പാടുകളും കുത്തുകളും മാറ്റി മുഖത്തെ ചർമ്മം അയഞ്ഞു തൂങ്ങാതിരിക്കാനും സഹായിക്കുന്നു. ചന്ദനം സുഗന്ധദ്രവ്യം ഉണ്ടാക്കുവാനായി ഉപയോഗിക്കുന്ന ഒരു പ്രധാന വൃക്ഷമാണ് ചന്ദനം. ഭാരതീയർ പുണ്യവൃക്ഷമായി കരുതുന്ന ഇത് ലോകത്തിലെ പല സംസ്കാരങ്ങളിലും പവിത്രമാണ്. തടി ഉരച്ച കുഴമ്പ് ക്ഷേത്രങ്ങളിൽ പ്രസാദമായി നൽകുന്നു. കാതലിൽ നിന്ന് ചന്ദനത്തൈലവും നിർമ്മിക്കുന്നു. പൗരാണിക കാലം മുതൽ ഇത് രാജകീയ വൃക്ഷമായി അറിയപ്പെടുന്നു. ഇന്ത്യയിൽ മൈസൂർ, കുടക്, കോയമ്പത്തൂർ, സേലം എന്നിവിടങ്ങളിലും ഇത് വളരുന്നു. കേരളത്തിൽ മൂന്നാറിനടുത്ത് മറയൂർ വനമേഖലയിലാണ് ചന്ദനത്തോട്ടങ്ങൾ ഏറെയും ഉള്ളത്. ചന്ദനം ഭാഗികമായി പരജീവി സസ്യമാണ്. തൈ കിളിർത്ത് 1 വർഷം വരെ കഷ്ടിച്ചു വളരുമെങ്കിലും പിന്നീട് സഹായം ആവശ്യമാണ്. തൈ കിളിർത്ത് 2-ാം മാസത്തിന് മുമ്പ് തന്നെ ആതിഥേയ വൃക്ഷത്തിൻ്റെ വേരുമായി ഇവയുടെ ചൂഷണ മൂലങ്ങൾ ബന്ധപ്പെട്ടു തുടങ്ങുന്നു. കാൽസ്യം, പൊട്ടാസ്യം എന്നീ മൂലകങ്ങൾ ചന്ദനം തനിയെ വലിച്ചെടുക്കുമെങ്കിലും നൈട്രജൻ, ഫോസ്ഫറസ്, മഗ്നീഷ്യം എന്നിവ ചൂഷക മൂലങ്ങൾ വഴി മറ്റ് സസ്യങ്ങളുടെ വേരുകളിൽ നിന്നാണ് സ്വീകരിക്കുന്നത്. പലതരം സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ച് ആഹാരസമ്പാദനത്തിന് ചന്ദനത്തെ സഹായിക്കുന്നത് മൈക്കോറൈസുകൾ എന്ന ഒരിനം കുമിളുകളാണ്. തടിയും വേരും ഔഷധയോഗ്യം. ശരീരത്തിന് തണുപ്പും കുളിർമയും ഉന്മേഷവും നൽകുന്നു. രക്തം ശുദ്ധീകരിക്കുന്നു. ചന്ദനത്തടി, തൈലം എന്നിവ അനധികൃതമായി കൈവശം വയ്ക്കുകയോ വിൽക്കുകയോ ചെയ്യുന്നത് കുറ്റകരമാണ്. ഇന്ത്യയിലും ഓസ്ട്രേലിയയിലുമാണ് ഏറ്റവും കൂടുതൽ കൃഷി.